ഹലോ, അപ്പം ഞാൻ ഇന്നൊരു 3 ലെയർ കേക്കായിട്ടാണ് വന്നിരിക്കുന്നത്. അതിലേക്ക് ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള ലൈം കേക്കാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം അതിലേക്ക് ഒരു ബൗൾ വെച്ചെടുത്ത് അതിലൊരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു പിഞ്ച് ഉപ്പ്, ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കണം. ഒരു 2-3 തവണ അരിച്ചെടുക്കുക. അതെല്ലാം ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേറെ ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ട് അതിൽ എഗ് വൈറ്റ് 2 മുട്ടയാണ് ഞാൻ അതിലേക്ക് എടുത്തിരിക്കുന്നത്. അതിൻ്റെ എഗ് വൈറ്റും എഗ് യോക്ക് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതുപോലെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം എഗ് വൈറ്റ് നന്നായിട്ട് ക്രീമി ആക്കി എടുക്കണം. അപ്പോൾ നമ്മുടെ എഗ് വൈറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എഗ് യോക്കിലേക്ക് ഒരു 10 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയോ അല്ലെങ്കിൽ ഒട്ടും തരി അധികം ഇല്ലാത്ത പഞ്ചസാരയോ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ക്രീം പരുവത്തിലാവണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണ് ലൈമിൻ്റെ എസെൻസ് മേടിക്കാൻ കിട്ടും. അത് ഒഴിച്ച് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂണ്. അതിലേക്കൊരു 1/2 ടീസ്പൂണ് വാനില എസെൻസും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറേശ്ശായിട്ട് നമ്മൾ നേരത്തെ അരിച്ച് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് ഞാനിപ്പോൾ ഫുള്ളായി ഇട്ടിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ കുറേശ്ശായിട്ട് ചേർത്തിട്ട് ഒരു ലോ സ്പീഡിൽ വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. ഒരുപാട് ഓവറായിട്ട് ബീറ്റായി കഴിഞ്ഞാൽ കേക്ക് പൊങ്ങി വരില്ല. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് അല്ലെങ്കിൽ 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒന്ന് ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് യെല്ലോ ഫുഡ് കളറ് ജെൽ കളറാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ലോ സ്പീഡിൽ ബീറ്റ് ചെയ്ത് കൊടുക്കാം. കളറ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ലെമൺ സെസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് വൈറ്റ് ഇതിനകത്തോട്ട് ചേർത്ത് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് ഓവറായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കരുത്. നമ്മുടെ കേക്ക് താന്നു പോവും, പൊങ്ങി കിട്ടില്ല. അപ്പോൾ ഇതേപോലെ മിക്സാക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോൾഡിലോട്ട് മാറ്റാം. അപ്പം ഞാനിവിടെ സ്ക്വയർ ടൈപ്പ് കേക്കാണ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഇത് 1 കിലോൻ്റെ കേക്ക് മോൾഡാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പം എനിക്ക് കുറച്ച് ഒരു 12.5 ഇഞ്ചോളം നീളം വീതിയും വേണം കേക്കിന്. അപ്പോൾ അതിനായിട്ട് ഞാൻ വേറെ മോൾഡ് ഇല്ലാത്തതുകൊണ്ട് ഒന്ന് സ്ക്വയറിലും ഒന്ന് റൗണ്ടിലും പാതി ആണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എന്നിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാനത് സെറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് ഫ്രോസ്റ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് നിങ്ങൾക്കിപ്പോൾ സ്ക്വയർ വേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഇതിനനുസരിച്ച് ഏത് മോൾഡാണ് വെച്ചെങ്കിൽ സെലക്ട് ചെയ്യുക, അതിലുണ്ടാക്കുക. ഇത് കുറച്ച് പേർക്ക് കൊടുക്കേണ്ടതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതേപോലെ കുറച്ച് ഒരു 12.5 ഇഞ്ച് വീതി 12.5 ഇഞ്ച് നീളത്തിൽ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഇതേപോലെ 2 മോൾഡിലേക്ക് ആക്കി ബേക്ക് ചെയ്യാണ്. അപ്പം ഞാനിവിടെ പാനസോണിക്കിൻ്റെ കൺവെക്ഷൻ ഓവനിലാണ് 180 ഡിഗ്രി സെൽഷ്യസിൽ 18 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത് ഓരോന്നും. അപ്പം ഇനി നമുക്ക് ചോക്ലേറ്റ് കേക്ക്, അടുത്ത ലെയർ ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഉണ്ടാക്കാം. ഒരു ബൗളിലോട്ട് ഒരു അരിപ്പ് വെച്ചെടുത്ത് 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഒരു 2-3 തവണ അരിച്ചെടുക്കണം. ഇനി ഇത് നമുക്ക് മാറ്റി വെച്ചെടുക്കാം. ഇനി വേറെ ഒരു ബൗൾ വെച്ച് അതിനകത്ത് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണ് വാനില എസെൻസ് കൂടെ ചേർത്ത് നന്നായിട്ട് മുട്ടയുടെ കളറ് നല്ല ക്രീം കളറാവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം. മുട്ട ഡബിൾ സൈസായി മാറും നമ്മൾ ഈ ഒരു കോഴിമുട്ട ചേർത്ത് അതുവരെ ബീറ്റ് ചെയ്തെടുക്കുക. നന്നായി ബീറ്റായി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് ഒരു 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് ചേർന്ന് മുട്ടയിട്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഗോൾഡ് വിന്നറിൻ്റെ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് 2 തവണയായിട്ട് ചേർത്ത് ആദ്യം നമുക്ക് ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ഹോട്ട് വാട്ടറും ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്. നമുക്ക് സ്പാക്റ്റുല വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്തെടുക്കുക. അതേപോലെ നമുക്കിത് നേരത്തെ ചെയ്ത പോലെ തന്നെ 2 ട്രേയിലാക്കിയിട്ടാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ 2 ട്രേയിലാക്കേണ്ട കേട്ടോ. നിങ്ങൾ ഒരു ട്രേയിൽ തന്നെ ഏതെങ്കിലും ഒരു ട്രേയിൽ തന്നെ ആക്കിയാൽ മതി. നമുക്ക് 3ാമത്തെ ലെയറായിട്ടുള്ള വാനില കേക്ക് ഉണ്ടാക്കാം. ഒരു ബൗളിലോട്ട് ഒരു അരിപ്പ വെച്ച് കൊടുക്കുക. അതിനകത്തോട്ടൊരു 1/4 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു നുള്ളു ഉപ്പ് എല്ലാം ചേർത്ത് നന്നായിട്ട് 2-3 തവണ അരിച്ച് നന്നായിട്ട് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു ബൗൾ വെച്ചിട്ട് അതിനകത്തോട്ട് 2 കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുക. അപ്പോൾ വലിയ കോഴിമുട്ട തന്നെ എടുക്കണം കേട്ടോ. ചെറിയ കോഴിമുട്ട എടുക്കരുത്. വളരെ കുഞ്ഞു കോഴിമുട്ട കിട്ടാറുണ്ട്. അങ്ങനെയാണെച്ചെങ്കിൽ 3 ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ 2 വലിയ കോഴിമുട്ടയാണ് എടുത്തിരിക്കണേ. ഇനി അതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നല്ല ക്രീം പോലെയായിട്ട് തന്നെ ഡബിളാക്കിയിട്ട് തന്നെ എടുക്കണം. ഇനി അതിനകത്തോട്ട് നമുക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 10 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നേരത്തെ അരിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് ഒരു ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 1/2 കപ്പ് പാൽ കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ലോ സ്പീഡിൽ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സ്പാക്റ്റുല വെച്ചിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ബേക്കിംഗ് ട്രേയിലോട്ട് മാറ്റിയിട്ട് ഒരു 180, ഞാനിവിടെ പാനാസോണിക്കിൻ്റെ കൺവെക്ഷൻ ഓവനിലാണ് ചെയ്യുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 17 മിനിറ്റ് അല്ലെങ്കിൽ 18 മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. കേക്ക് ബേക്കായി വന്നിട്ടുണ്ട്. നന്നായി തണുത്തതിന് ശേഷം നമുക്ക് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി കേക്കിലേക്കുള്ള ഫ്രോസ്റ്റിങ് തയ്യാറാക്കാം. ഒരു ബൗളിലോട്ട് 1.5 കപ്പ് whipping ക്രീം എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് വാനില എസൻസും ഒരു 1/2 ടീസ്പൂണ് ലെമൺ എസൻസും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല തിക്കാക്കി എടുക്കണം. പിന്നെ അതുപോലെ തന്നെ ക്രീം മെൽറ്റ് ആവും, ഇല്ലെങ്കിൽ പെട്ടെന്ന് ബീറ്റായി കിട്ടില്ല എന്ന് തോന്നുന്ന സ്ഥലത്ത്, അതായത് ചൂട് കൂടുതലുള്ള സ്ഥലത്ത് നമുക്കൊരു ബൗളിൽ ഐസ് ക്യൂബ്സ് എടുത്തിട്ട് അതിൽ തണുത്ത വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മീതെ നമ്മൾ ബീറ്റ് ചെയ്യാൻ പോകുന്ന ബൗൾ ഇറക്കി വെച്ചിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ലോ സ്പീഡ് മുതൽ ഹൈ സ്പീഡ് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യത്തെ ഒരു 5 മിനിറ്റ് ബീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ബൗളിൻ്റെ സൈഡിലുള്ള ക്രീമൊക്കെ ഒരു സ്പാക്റ്റുല വെച്ചിട്ടൊന്ന് വടിച്ച് എടുക്കാം. എന്നിട്ട് നന്നായിട്ട് നല്ല തിക്കാവുന്ന വരെ ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നന്നായി ബീറ്റായി വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കേക്ക് ഫ്രോസ്റ്റ് ചെയ്യുന്ന ഒരു സമയം വരെ നമുക്കിത് ഫ്രീസറിൽ നന്നായിട്ട് ക്ലിം ഫിലിം വെച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് മൂടി വെച്ചിട്ട് ഫ്രീസറിൽ വെക്കണം. ക്രീമെല്ലാം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് കേക്ക് ഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതേപോലെ ഒരു കേക്ക് ബോർഡ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നത്. കാരണം 12.5 ഇഞ്ച് വീതി 12.5 ഇഞ്ച് നീളത്തിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ള ട്രേ അത്രയ്ക്ക് ഇല്ല. അതുകൊണ്ട് ഞാൻ ഒന്ന് സ്ക്വയർ ഷേപ്പിൽ ഒന്ന് റൗണ്ട് ഷേപ്പിലാണ് ബേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്.
അപ്പോൾ ആദ്യം സ്ക്വയർ കേക്ക് വെച്ച് റൗണ്ട് കേക്ക് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ അത് സെറ്റായി കിട്ടും നമുക്ക്. ഇനി അതിൻ്റെ മീതേക്ക് ഷുഗർ സിറപ്പ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് നനച്ച് കൊടുക്കുക. നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റാണ്, കാരണം ഒരുപാട് നനച്ച് കൊടുക്കണ്ട. ജസ്റ്റ് ഒന്ന് ക്രീം പിടിക്കാനായിട്ട് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ കേക്കിന് ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടും. ഇനി ക്രീം വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ലെയറിൽ ഫുള്ളായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെൻറ്റർ ലെയറായിട്ടുള്ള ചോക്ലേറ്റ് കേക്കാണ് ഞാൻ അടുത്ത് വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ ആ കട്ട് ചെയ്ത ഭാഗമൊന്നും അറിയാത്ത വിധത്തിലാണ് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ലെയർ വെച്ച് കൊടുത്ത് നേരത്തെ ചെയ്ത പോലെ തന്നെ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുക സൈഡിൽ. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുതിർത്ത് കൊടുത്തിട്ട് നമുക്ക് ക്രീം വെച്ച് കൊടുക്കാം. അപ്പോൾ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഏറ്റവും ലാസ്റ്റ് ലെയറായിട്ടുള്ള, അതായത് ഏറ്റവും ടോപ്പിൽ വരുന്ന ലെയറായിട്ടുള്ള യെല്ലോ കേക്ക്, ലൈം കേക്ക് നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ ബാക്കിയുള്ള പീസുകൾ അതിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് നനച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് ക്രം കോട്ട് ചെയ്തെടുക്കണം നമുക്ക്. ഫുള്ളായിട്ട് ക്രം കോട്ട് ചെയ്തെടുത്തിട്ട്, അപ്പോൾ ഞാനിവിടെ ഓണം തീമാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഫോട്ടോ പ്രിൻ്റ് വെച്ച് കൊടുക്കണം ഓണത്തിൻ്റെ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഫുള്ളായിട്ട് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ ഫോട്ടോ ശ്രദ്ധിച്ച് വെച്ച് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ. കൈ വെച്ചിട്ട് ചെയ്യണമെന്നില്ല. നിങ്ങൾക്കൊരു നല്ല കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ജസ്റ്റ് 2 സൈഡ്, അതിൻ്റെ 4 സൈഡ് അമർത്തി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലെ നമുക്ക് എന്തെങ്കിലും ഡെക്കറേഷൻ കൊടുക്കാം. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു മോഡലാണ് ചെയ്യുന്നത് കേട്ടോ. ഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്താൽ നല്ല സൂപ്പറായിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും കേക്ക്. അപ്പോൾ ഈ കേക്ക് എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം കാണുന്ന ബെൽ ബട്ടണിൽ കൂടെ ക്ലിക്ക് ചെയ്താൽ എൻ്റെ വീഡിയോസിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.